ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. റീസെന്റ് ആയിട്ട് ഞാൻ എടുത്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും അതുപോലെ റീൽസും കണ്ട് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഈ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഹൈ ക്വാളിറ്റി റീൽസും അതുപോലെ സ്റ്റോറീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനും അതുപോലെ ഐഫോൺ യൂസേഴ്സിനും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്തേക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 6 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ സെറ്റിംഗ്സ് ആണ്. ആൻഡ്രോയിഡ് യൂസേഴ്സ് ആയാലും ഐഫോൺ യൂസേഴ്സ് ആയാലും അവർ നേരെ ക്യാമറ സെറ്റിംഗ്സിലോട്ട് പോയിട്ട് നിങ്ങൾ മാക്സിമം റെസൊല്യൂഷൻ തന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഏറ്റവും മാക്സിമം ആയിട്ട് ഏത് ഫോർമാറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ 4K ആയിരിക്കും അല്ലെങ്കിൽ 180p ഏത് റെസൊല്യൂഷൻ ആയാലും മാക്സിമം ഹൈ ക്വാളിറ്റി തന്നെ അതിൽ ഹൈ FPS തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ iOS യൂസേഴ്സിന് അത് ക്യാമറ സെറ്റിംഗ്സ് ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് മോസ്റ്റ് കോമ്പാക്റ്റബിൾ ഫോർമാറ്റിലോട്ട് ആക്കുക. പിന്നെ റെസൊല്യൂഷൻ കൺട്രോളും ഓൺ ആക്കിയിട്ടേക്കുക. ഇത്രയുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഓക്കെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾ വേറൊരു അയച്ചു തന്ന വീഡിയോ ആണെങ്കിൽ രണ്ടാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്. എഡിറ്റിംഗ് കഴിഞ്ഞ് സേവ് ചെയ്ത നേരത്തെ മാക്സിമം 180p 60 FPS തന്നെ സേവ് ചെയ്തേക്കുക. 4K വീഡിയോ സപ്പോർട്ട് ചെയ്തില്ല, അതുപോലെ തന്നെ മുമ്പ് 30 FPS ഉള്ളായിരുന്നു, ഇപ്പൊ 60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 180p 60 FPS സേവ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ HDR ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, എഡിറ്റിംഗിന്റെ കേസ് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റോ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഹൈ ക്വാളിറ്റി സ്റ്റോറി ഉണ്ടെങ്കിൽ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക, വീഡിയോ എൻഹാൻസ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ബിങ്ക് എന്ന് പറയുന്നത്. ബിങ്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ബിങ്ക് ഓപ്പൺ ചെയ്യുക, നിങ്ങൾക്ക് പ്രീമിയം കാണിക്കാൻ ജസ്റ്റ് നിങ്ങൾ VPN ഇട്ടാൽ മതി. എന്നിട്ട് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്വാളിറ്റി റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്, അത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ സൈസ് ഉപയോഗിച്ച് നിങ്ങൾ HD വേണോ അൾട്രാ HD വേണോ സെലക്ട് ചെയ്യുക. ചെറിയൊരു വീഡിയോ ഒക്കെ ആണെങ്കിൽ അൾട്രാ HD യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ വീഡിയോ ആണെങ്കിൽ കുറെ സമയം എടുക്കും അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ HD ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് ട്രൈ നൗ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒരു പ്രോസസിംഗ് ടൈമാണ്, അത് വെച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്ത് സ്റ്റോറിയോ റീൽസോ എന്തുകൊണ്ടും പോസ്റ്റ് ചെയ്യുക. ആ സെറ്റിംഗ്സ് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സിലോട്ട് പോകുക. അതിനകത്ത് മീഡിയ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് അറ്റ് ഹൈ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിടാൻ മറക്കരുത്. ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി തന്നെ നിങ്ങൾക്ക് സ്റ്റോറി ഒക്കെ ഇടാനാണ്. പിന്നെ റീൽസ് ഇടുമ്പോൾ അതിനകത്ത് ക്യാപ്ഷൻ ഒക്കെ അടിക്കുന്ന ഒരു ഓപ്ഷൻ വരുന്നില്ല. അതിനകത്ത് ഏറ്റവും താഴെ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു അപ്ലോഡ് അറ്റ് ഹൈ ക്വാളിറ്റി ഓൺ ആകുന്നു ഉറപ്പുവരുത്തുക. ഏറ്റവും അവസാനമായിട്ട് നോക്കേണ്ടത് പറഞ്ഞാൽ ക്വാളിറ്റി നെറ്റ്വർക്ക് ആണ്. ക്വാളിറ്റി നെറ്റില്ല, ചുമ്മാ ഒരു സാധാ ഒരു നെറ്റ് ആണെങ്കിൽ അത് വീഡിയോ കംപ്രസ് ആണുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മാക്സിമം വൈഫൈ ഒക്കെ വെച്ച് റീൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അത്രയും കംപ്രഷൻ കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ സ്റ്റെപ്പ് ഒക്കെ ഫോളോ ചെയ്ത് ഹൈ ക്വാളിറ്റി റീലോ അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വിങ്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കൺട്രി അല്ലെങ്കിൽ റീജിയൻ ജപ്പാനിലോട്ടാക്കുക. ഇന്ത്യ ആയിരിക്കും കിടക്കുന്നത്, ജപ്പാനിലോട്ടാക്കുക. നമുക്ക് ഈസി ആയിട്ട് വിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ക്രോമിലോട്ട് വരിക, അതിന്റെ വിങ്ക് APK എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറെ ലിങ്ക് വരും, അതിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ VPN ഇട്ടാൽ മതി. VPN ഇട്ടാൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയിക്കോളും. മതി, ഇന്ത്യയിൽ ബാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ടാണ് VPN ഇടണമെന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്തേക്കാം. വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളിപ്പോൾ ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ ഹൈ ക്വാളിറ്റി ആയിട്ട് ഇടുമ്പോൾ ആരെങ്കിലും അത് ചോദിക്കും, എങ്ങനെയാണ് ഹൈ ക്വാളിറ്റി ആയിട്ട് ഇട്ടാൽ, എങ്ങനെയാണ് ഹൈ ക്വാളിറ്റി ആയിട്ട് ഇട്ടേന്ന് ചോദിക്കുമ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ Instagram ID അല്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ കൂടി ചോദിക്കാവുന്നതാണ്. നോസി ഓക്കെ. സോ അടുത്തൊരു വീഡിയോ കാണാം. ഇതുപോലെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ടെക് പരമായിട്ട് അല്ലെങ്കിൽ ടിപ്സ് ഒക്കെ ഈ ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആകണമെങ്കിൽ അതും ഈ ചാനലുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ബൈ. When you're feeling down, it's hard. It might leave scars, could tear you apart if you let it be smart. Yeah, you want